ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള സ്പെഷ്യൽ വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം രാത്രിയിൽ കടല കുതിരാൻ വെക്കണം. രാവിലത്തേക്ക് വേണമെങ്കിൽ കുതിരാൻ വെച്ചതിന് ശേഷം വെളുപ്പിനെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. എൻ്റെ കടല 3 വിസിലൊക്കെ ആയപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് തേങ്ങ, അരമുറി തേങ്ങ, 2 കഷ്ണം ഏലക്ക, 2 കഷ്ണം കറിവേപ്പില, 2 കഷ്ണം ഗ്രാമ്പു, 1 സ്റ്റാർ, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. 2 ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി കടലക്കറിയുടെ കൂട്ടത്തിൽ പാലപ്പമാണ്. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു സ്റ്റാർ ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം വേണം, 2 കഷ്ണം ഉള്ളി വേണം. നന്നായി ബ്രൗണായിട്ട് വറുത്ത് വന്നതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കടുക് നന്നായി പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ക്രിയേറ്റ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിനുശേഷം ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരമുറി സവോള, അരമുറി സവോള, ഒരു ഫുൾ സവോള നമുക്കിടാം. ഞാൻ അരമുറി സവോളയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം സവോള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇല്ലാത്ത ഒരു കേരള ഡിഷ് ഇല്ല. നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു ഇതാണ് കറിവേപ്പില. കറിവേപ്പില ഇടുന്നതിലൂടെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടുന്നതാണ്. എനിക്ക് ഏതൊരു കറിയുടെ കൂടെയും കറിവേപ്പില കമ്പൽസറിയാണ്. അപ്പോൾ നന്നായിട്ട് കറിവേപ്പിലയും സവോളയും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നല്ല ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി. അപ്പോഴത്തേക്ക് നമ്മുടെ സവോള ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടു നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ച് മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു പൊടി പോലും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇവിടെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യാത്തത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പം ഞാൻ കണ്ടില്ലേ, തേങ്ങ അരച്ചതിൻ്റെ കളറ് നന്നായിട്ട് വന്ന് നമ്മൾ മുളക് പൊടി ഇട്ടത് കാരണം നന്നായിട്ട്. അപ്പോഴത്തേക്കും ഞാനത് കടല വേവിച്ചതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കടലയും കൂടി ഇട്ടു നന്നായിട്ടൊരു, ഞാൻ പിന്നീട് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ അനുസരിച്ചിന് നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ കടല മാത്രം ഇടുക, വെള്ളം ഒഴിക്കാതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വെള്ളം വേണമെങ്കിൽ നമ്മുടെ അനുസരിച്ച് വെള്ളം ഉപയോഗിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കാൻ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കറിക്ക്. അപ്പോൾ നമുക്ക് ഫ്ലെയിം പതുക്കെ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. വളരെ ഈസി ആൻഡ് ടേസ്റ്റി വറുത്തരച്ച കടലക്കറി റെഡിയാണ്. കണ്ടല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.